അവന്റെ ഒരു ഡയമണ്ട് വെച്ച മാല. നീ എത്ര ലക്ഷം രൂപയുടെ മുതലാണ് വലിച്ചെറിഞ്ഞതെന്ന് എനിക്കറിയാമോ? ഇനി എന്റെ ഭാര്യന്റെ പുറകെ നടന്ന ഇതുപോലെ വലിച്ചെറിയാൻ പോകുന്നത് നിന്നെ ആയിരിക്കും. അവന്റെ ഒരു ഭാര്യ നിന്നെപ്പോലൊരു ദരിദ്രവാസിയായ ഭർത്താവിന് അവൾക്ക് എന്നേ എടുത്താണ്. നീ എന്താടാ പറഞ്ഞേ? ശ്രീലക്ഷ്മിയെ പോലൊരു സുന്ദരിയായ പെണ്ണ് ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നിന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ പോലുള്ള കാശില്ലാത്തവന്മാർക്ക് ശ്രീലക്ഷ്മിയെ പോലുള്ള പെൺകുട്ടികളുടെ ജീവിതത്തിൽ വെറും നായുടെ വില കാണും. ഇന്ന് നീ പറഞ്ഞ വാക്ക് നിന്നെ കൊണ്ട് ഞാൻ മാറ്റി പറയിക്കും. ഇന്നിവിടെ ചിരിക്കുന്നവരെ ചിരി മായും. ഒരു ദിവസം വരും, ഋഷിയാണ് ഈ പറയുന്നത്, നോക്കിക്കോ. കാണിച്ചു തരാടാ. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ലോക്കലിനെ കല്യാണം കഴിച്ചത്? അയാളുടെ ഒരു കോലവും വണ്ടിയും. എവിടെന്നോ ആക്രി വിലക്കെടുത്ത വണ്ടിയാണെന്ന് കണ്ടാ അറിയാം. അല്പം മുമ്പ് ഓഫീസിന് മുന്നിൽ വെച്ച് ശരത്തും ഋഷിയുമായി നടന്ന തർക്കം ആരോ മൊബൈലിൽ പകർത്തി ഓഫീസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുകയാണ്. അത് കാണും തോറും ഋഷിയോടുള്ള പക ശരത്തിന് കൂടിക്കൂടി വരുന്നു. ഋഷി, നിന്നെ ഞാൻ ഇല്ലാതാക്കും. നീയുള്ളോടത്തോളം ശ്രീലക്ഷ്മിയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്നെ പറിച്ചളയാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ശരത് ഇത് പറയുമ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വരുന്നു. മീനാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഋഷിയെങ്കിലും മീനാക്ഷിക്ക് ഋഷിയെ കാണുന്നത് തന്നെ അറപ്പാണ്. സുന്ദരിയും കമ്പനി സിഇഒയുമായ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഋഷിയെപ്പോലൊരു ദരിദ്രവാസിയെ വിവാഹം ചെയ്യാൻ തയ്യാറായത് എന്നതിനെക്കുറിച്ച് മീനാക്ഷിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു ജോലിക്കും പോകാതെ ശ്രീലക്ഷ്മിയുടെ വീട്ടുജോലികളും ചെയ്ത് ജീവിക്കുന്ന ഋഷിയെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മീനാക്ഷി അപമാനിക്കാറുണ്ട്. ആ ഋഷി ഓഫീസിന് പുറത്ത് വെച്ച് കാണിച്ച ഷോ ഓഫ് ആണ്. ഓഫീസിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ മീനാക്ഷി? ഞാൻ ആ സമയം അവിടെ ഇല്ലാതായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചേനെ. അവനെ പോലൊരു ഭിക്ഷക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വിലയുള്ള ഒരു സമ്മാനം ശ്രീലക്ഷ്മിക്ക് ഞാൻ കൊടുത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് അവൻ നേരത്തെ കാണിച്ചത്. അവൻ അതിന് ഞാനൊരു പണി കൊടുക്കും. മീനാക്ഷി അതിനെന്നെ സഹായിക്കും. ശരത് പറഞ്ഞു, ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ഋഷിയെ പോലെ ഒരുത്തൻ ഇനി വേണ്ട. എന്തിനും ഞാൻ കൂടെ കാണും. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ആ കോമാളി ഭർത്താവിനെ കൊണ്ട് ഓഫീസിലേക്ക് വരരുതെന്ന്. അതിന് എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിനക്കറിയാലോ ഈ ഓഫീസ് പൂട്ടിപ്പോവാതിരിക്കണമെങ്കിൽ ശരത് എങ്ങനെയെങ്കിലും ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ശരത്ത് നിന്നോട് കുറച്ച് കൊഞ്ചിക്കൊഴിയുന്നൊക്കെ നിന്റെ ഹസ്ബൻഡ് കണ്ടില്ലാന്ന് നടിക്കണം. ഇതിപ്പോ ഒരിടത്തും ഇല്ലാത്തൊരു ദുരഭിമാനം. ഏത് നേരത്താണോ എന്തോ ഋഷിയോട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറയാൻ തോന്നിയത്. എന്തായാലും ഋഷിയുടെ ലീലാവിലാസങ്ങൾ എല്ലാരും മൊബൈലിൽ കൂടെ ഷെയർ ആക്കുന്നുണ്ടല്ലോ. ഇനി അത് ശരത്തും കൂടെ കണ്ട തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും മീനാക്ഷി? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ഋഷിയോട് ശരത്തിന്റെ കാല് വീണ മാപ്പ് ചോദിക്കാൻ പറ, അല്ലാതെ വേറെ വഴിയില്ല. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ഋഷിയെ കളയാൻ. നീയാണ് കേൾക്കാത്തത്. ഇനി അനുഭവിച്ചോ. ശ്രീലുവിന് പോലും ഞാനൊരു അന്യനായി മാറിക്കഴിഞ്ഞു. 2 വർഷം മുമ്പ് ആദ്യമായി ശ്രീലുവിനെ കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബീച്ച് സൈഡിൽ എൻ്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം, അതാണ് ശ്രീലു. ആദ്യ നോട്ടത്തിൽ തന്നെ മറ്റാരോടും തോന്നാത്തൊരു കൗതുകം എനിക്ക് അവളോട് തോന്നി. പിന്നീട് ഞാൻ അവളെ കാണുന്ന അതേ ബീച്ചിലെ ഒരു കോണിൽ രാവിലെ ജോഗിങ്ങിന് പോയപ്പോഴാണ്. അവളെ നോക്കി ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചപ്പോൾ അവളത് അവഗണിച്ചു. പിന്നീടുള്ള ഓരോ ദിവസവും ശ്രീലു ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു. അതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. ദിവസം കൂടുന്തോറും പങ്കുവെക്കുന്ന വാക്കുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി.
2 വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അത് സ്വീകരിച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതുവരെ ഞാൻ ആരാണ്, എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. അവൾ ചോദിച്ചതുമില്ല. എനിക്കിന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ. ഇത് അവളോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ കുടുംബത്തിന് ഷീലുവിനെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത്. കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു. ഹലോ. സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത്. തന്നിഷ്ടം പോലെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ? നീ ഒരു ഡൂക്കിലി കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടിയില്ലേ? ആ കമ്പനി പൊട്ടി. സ്വന്തമായി 1 രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീ ഇന്ന്. ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ ഇനി നീ ഒരു അംഗമല്ല. നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്ന ഘട്ടത്തിലാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീട്ടിലേക്ക് കാലുവെച്ചത്. വിദേശത്തുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്. അമ്മ, ഞങ്ങൾ മിണ്ടരുത് നീ. തന്നിഷ്ടം കാണിച്ചിട്ട് അച്ഛൻ്റെ കാലം പിടിച്ച് എരന്ന് കയറി വീട്ടിൽ വന്നിരിക്കുന്നു. നിന്നെ സ്വന്തമായിട്ട് പോറ്റാൻ പോലും പറ്റാത്തൊരു മണ്ണുണ്ണിയാണല്ലോ നീ കണ്ടുപിടിച്ചത്. കഷ്ടം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു. ഒന്നും ശരിയായില്ല. ഒടുവിൽ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കളക്കാരനായി മാറേണ്ടി വന്നു. ഇങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. എങ്ങോട്ടാണ് കെട്ടി ഒരുങ്ങി? അമ്മായി, ഞാൻ പറഞ്ഞിരുന്നില്ലേ കോളേജ് റീയൂണിയനെ കുറിച്ച്? കോളേജ് റീയൂണിയൻ? ആ. ഈ ഭാര്യയുടെ ചെലവിൽ ഉണ്ട് ഉറങ്ങിയും ജീവിക്കണം നിനക്ക്. പഴയ ഫ്രണ്ട്സിനെ പോയി കാണാൻ നാണാവില്ലേ? എന്താ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ രാവിലെ മുതൽ വീട്ടുജോലികളെല്ലാം ചെയ്ത് ശ്രീലക്ഷ്മിയെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ടല്ലേ പോവാൻ ഇറങ്ങിയത്. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവരോട് വരാന്ന് പറഞ്ഞുപോയി. ചെന്നില്ലെങ്കിൽ അവരെന്ത് കരുതും? ഞാൻ പെട്ടെന്ന് പോയി വരാം. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. അല്ലെങ്കിൽ നീ ഇവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാം. വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പോവുകയാണ്. എല്ലാം മറന്ന് എനിക്ക് പഴയ ഋഷിയാവണം. എന്നെ മനസ്സിലായ? എന്താണോ വെറുതെ ഓടിക്കറി വരാണോ? വെറുതെ ഡ്രസ് നശിപ്പിക്കാനായിട്ട്. ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ? സ്നേഹപ്രകടനമൊക്കെ ഒരടി മാറിയെന്ന് മതി. ഓരോരോ ശല്യങ്ങൾ. സോറി ഗൈസ്. ഇന്ന് എന്റെ പുതിയ ബെൻസിന്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഫുഡും കൊണ്ട് വരുന്നവരോടൊക്കെ പുറകെ കൂടെ വേണം വരാനെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലേ? പിന്നെ എന്തിനാ താൻ ഈ ഗസ്റ്റുകളുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നത്? ഇടവ നമ്മുടെ പഠിച്ചിരുന്നു എന്നൊക്കെയാ പറയുന്നത്. ഋഷിനെന്നോ മറ്റോടെ പേര് നിനക്ക് ഓർമ്മയില്ലേ? ഓ, എവിടെയോ കണ്ടു പരിചയം. പക്ഷെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. വേഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്നതായിരുന്നു.
ഇവിടെ കിടന്ന് കറങ്ങാണ്ട് ചെല്ല്. ആരും കാണാത്ത വല്ല സ്ഥലത്തും പോയിരുന്നോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവരും പറയണ കേൾക്കേണ്ടി വരും. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതായിരുന്നു ഇതിലും ഭേദം. ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോകുന്നതാണ്. ബൈക്കിലേക്ക് തിരിച്ച് നടന്നപ്പോഴാണ് അവൾ അങ്ങോട്ട് വന്നത്. അഞ്ജലി. കോളേജ് കാലത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും അവളുടെ പിന്നാലെയായി. അവൾക്ക് വേണ്ടി കോളേജിൽ എത്ര പേര് അടിയുണ്ടാക്കിയിരിക്കുന്നു. ആരെയും പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് മാത്രം അവളുടെ അടുത്തൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ഞാനാണ് അവളുടെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ എത്ര തവണ അവൾ പറഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് വേറെ ആരെയും നോക്കണ്ട, അഞ്ജലി മാത്രം മതി. അവൾക്ക് എന്നെ മനസ്സിലാവും. അഞ്ജലിയെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോഴേക്കും നവീൻ അവൾ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞു കഴിഞ്ഞു. അഞ്ജലിയുടെ മുമ്പിൽ വെച്ച് നവീൻ എന്നെ അപമാനിച്ചാൽ അത് അവൾ പ്രശ്നമാക്കും. അത് സൗന്ദര്യ രഹസ്യം എന്താണ്? നിനക്ക് എപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ നവീൻ. അങ്ങനെ മാറാൻ പറ്റുമോ അഞ്ജലി? അഞ്ജലി ഇപ്പൊ എന്താ പരിപാടി? UK വിട്ടോ? ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലെത്തി. പിന്നെ ഇവിടെ തന്നെ ഒരു വമ്പൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും UK തിരിച്ചു പോകുന്നില്ല. എന്ത് ഓഫർ? ഞാൻ ട്രൈമീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോവാ. ട്രൈമീഡിയയിലോ? നിന്റെ ലൈഫ് മാറാൻ പോണ അഞ്ജലി. വേണമെങ്കിൽ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി വെച്ചോ, ഇനിയുള്ള പിടിച്ചാൽ കിട്ടത്തില്ല. ഞങ്ങളുടെ കമ്പനിയിൽ അഞ്ജലി ജോയിൻ ചെയ്യാൻ പോകുന്നതോ? അതെന്തായാലും നന്നായി. അപ്പൊ ഇനി സംസാരിക്കാൻ ഒരു വിഷയം കൂടി ആയല്ലോ. ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് ട്രൈമീഡിയ. അതും സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 മീഡിയ കമ്പനി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ കമ്പനിയിൽ തന്നെ പുതിയ ചെയർമാൻ 2 ദിവസത്തിനകം ജോയിൻ ചെയ്യുന്ന കേട്ട് പുള്ളി എങ്ങനെയെങ്കിലും ആദ്യം തന്നെ കുപ്പിയിലാക്കും. ഇപ്പൊ തന്നെ നീ വിചാരിച്ചാൽ കുപ്പിയിലാക്കാൻ പാടില്ല. അഞ്ജലി ട്രൈമീഡിയയിൽ ജോയിൻ ചെയ്യണോ? അവിടെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. എക്സ്ക്യൂസ് മീ, ഹു ആർ യു? അപ്പൊ നിനക്കറിയില്ലേ? എടാ ഋഷി, നിന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? ഇത് ഋഷിൻ, നമ്മളെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഋഷിൻ. ആരായാലും എന്താ, വലിഞ്ഞു കയറി അടുത്ത് വന്നിരിക്കുമ്പോൾ മിനിമം പെർമിഷൻ ചോദിക്കാനുള്ള ഒരു മര്യാദ വേണ്ടേ? എന്താ അവിടെ ഒരു ബാഡ് സ്മെൽ? തന്റെ ചെരുപ്പെന്നാണെന്നാ തോന്നുന്നത്. അയ്യോ അഞ്ജലി, കാലില് പുറത്തുനിന്ന് വന്നപ്പോ ചളി പറ്റിയതാ. അഞ്ജലിക്ക് തോന്നിയതായിരിക്കും. ബാഡ് സ്മെല്ലൊന്നുമില്ല. അത് നീ സ്ഥിരം ഈ കോളേജിൽ നടക്കുന്നുണ്ടേ ബാഡ് സ്മെൽ അറിയാൻ പറ്റാത്തായിരിക്കും. എടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് പോവാമോ? ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ആരാണ് ഇവനെ പോലെ ഉള്ളവന്മാരൊക്കെ റീയൂണിയൻ വിളിക്കുന്നത് അല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ? എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ? മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത്. അഭിരാം ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് വിശ്വാസം വരാതെ ഞാൻ അവിടെ നിന്നു. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എൻ്റെ ജീവിതവും മാറി മറിയാൻ പോകുന്നു. ഒരു മിനിറ്റ്. നവീന, എന്താടാ നീ എന്താ പറഞ്ഞ? എന്നെ പോലുള്ളവർ ആരായി റിയൂണിയനെ വിളിച്ചെന്നല്ലേ? വിധി പറഞ്ഞു. അഭിരാം പറഞ്ഞ വാക്കുകൾ കേട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് അവരെന്നെ തേടിയെത്തിയത്. ഇത് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ ഡയറക്ടർ പ്രദീപ് വർമ്മ സാറല്ലേ? അതെ. അയാളെന്താ ഋഷിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രദീപ് സാറ് പോലെ ഇങ്ങനെ താണുവാണെങ്കിൽ സംസാരിക്കണമെങ്കിൽ ശരിക്കും ആരാണ് ഋഷി? എന്നെ അപമാനിച്ചവർ നോക്കി നിൽക്കെ ഒരു രാജാവിനെ പോലെ തലയുയർത്തി ഞാൻ അവരുടെ മുന്നിലൂടെ നടന്നു, എൻ്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ. നീ പോയി പാർക്ക്.
അഞ്ജലി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആരാണ് ഋഷി? എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഋഷിയെ തേടി വരാതിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ അവനെ തേടിയെത്തിയത്? അപമാനങ്ങൾ മാത്രം നേരിട്ടിരുന്ന ഋഷിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് പട്ടാഭിഷേകമോ? ഋഷിയെ വില കുറച്ച് കണ്ട അഞ്ജലിയും നവീനും മീനാക്ഷിയും ദേവയാനി അമ്മയും ശരത്തുമെല്ലാം ഇനി ഋഷിയുടെ കാൽക്കീഴിലാകുമോ? ഋഷി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ശ്രീലക്ഷ്മി അറിയുമ്പോൾ എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ പ്രതികരണം? ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കോടീശ്വരന്റെ മുഴുവൻ കഥയും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് FM-ലൂടെ.